2025 ഏറ്റവും അധികം വിറ്റുപോയ ഒരു പുസ്തകത്തിൻ്റെ പേര് കമ്പിളികണ്ടത്തെ കൽഭരണികൾ എന്നാണ്. കമ്പിളികണ്ടത്തെ കൽഭരണികൾ എഴുതിയത് ബാബു എബ്രഹാം ആണ്. അദ്ദേഹം ഒരു എഴുത്തുകാരനൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ഈ പുസ്തകം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളാണ് ആ പുസ്തകം നിറയെ. അത് കേരളത്തെ കരയിപ്പിച്ചു. വല്ലാതെ ആ പുസ്തകം ഇപ്പോൾ എനിക്ക് തോന്നുന്നു 25 പതിപ്പുകളിലധികം വിറ്റുപോയിരിക്കുന്നു എന്ന്. വി.ഡി. സതീശനൊക്കെ 1000 കോപ്പി വാങ്ങി സ്കൂളുകളിലേക്ക് അത് സംഭാവന ചെയ്യുകയുണ്ടായി, കുട്ടികൾ വായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. ബാബു എബ്രഹാം എന്ന മനുഷ്യൻ ആണ്, ഒരു പുരുഷൻ ആണ് ആ പുസ്തകം എഴുതിയത് എങ്കിലും ആ പുസ്തകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഒരു സ്ത്രീയുടെ പേരാണ്. തന്നികുന്നേൽ മേരി എന്നാണ് ആ സ്ത്രീയുടെ പേര്. ബാബു എബ്രഹാമിൻ്റെ അമ്മ. ബാബു എബ്രഹാമിൻ്റെ അച്ഛൻ അമ്മയെയും കുട്ടികളെയും ഉപേക്ഷിച്ചൊരു ദിവസം പോവുകയാണ്. ഉപേക്ഷിച്ച് പോകുന്ന ആ സന്ദർഭത്തിൽ വീട് കടക്കെണിയിലാണ്, ജപ്തി ഭീഷണിയിലാണ്. ബാങ്കിൽ നിന്നും ചെണ്ട കൊട്ടി ആളുകൾ വരുന്നു ഈ വീട് ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ട്. മൂക്കറ്റം കടമാണ്, ജീവിക്കാൻ ഒരു മാർഗവുമില്ല. ഈ അച്ഛൻ 24 മണിക്കൂറും മദ്യപിച്ച് നടക്കുകയാണ്. ഒരു ഉത്തരവാദിത്വവുമില്ല, കടമയും നിറവേറ്റുന്നില്ല. ഈ സന്ദർഭത്തിൽ ഇയാൾ വീട് ഉപേക്ഷിച്ച് പോവുകയാണ്, ഭാര്യ ഉപേക്ഷിച്ച് പോവുകയാണ്, മക്കളെ ഉപേക്ഷിച്ച് പോവുകയാണ്.